ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലോടെക് മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നൈനാപുരം കാലിച്ചന്തയിലാണ്, തെങ്കാശി ജില്ലയിലെ നൈനാപുരം കാലിച്ചന്തയിലാണ്. അപ്പോൾ ഈ ചന്തയിലെ വില നിലവാരങ്ങളും ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചന്തയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മാടിൻ്റെ ആയിട്ട് വിലകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാം. അപ്പോൾ അതിനു മുമ്പ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് പോവാം വീഡിയോ. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു നല്ലൊരു ജേഴ്സി പശുവാണ്. നല്ല അകിടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പശുവാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഓണറോട് ചോദിച്ചറിയാം. എന്നാ ഇതെന്നെ കറവമാടാ? കറവമാട്. പാലുള്ളവർക്ക് പാലിപ്പോ 8 ലിറ്റർ ഇருக்கு. 8 ലിറ്റർ പാല്. എത്രാമത് വീറ്റ്? രണ്ടാം പേര്. കുട്ടികൾക്ക് കുട്ടിയില്ല. ഓക്കെ. വില എவ்வளோண்ணே? വില 22. എത്ര? ഓക്കെ 24,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഒരു ജല്ലിക്കെട്ട് കാളയാണ്. അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല, അതല്പം പ്രശ്നമാണ്. നല്ലൊരു സൈസുള്ള ഒരു ജല്ലിക്കെട്ട് കാളയാണ്. നേരത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയതാണ്, പക്ഷെ അതിന്റെ ഓണർ അനുവദിച്ചില്ല. അപ്പോൾ വാങ്ങിക്കെട്ടിയ ഓണർ ഇവിടെ മാറ്റി കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള ഗീറിന്റെ കുറച്ച് കാളകളാണ്. കുറച്ചധികം തന്നെ ഗീറിന്റെ പശുക്കളും കാളകളും ഒക്കെ വന്നിട്ടുണ്ട്. പശുക്കളില്ല, കാളകള്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗീർ ഇനത്തിൽ പെടുന്ന 2 കാളകളാണ്, 2 കാളക്കുട്ടികളാണ്. നല്ല രീതിയിൽ പുഷ്ടിയുള്ള 2 കാളകളാണ്, വളർത്താൻ പറ്റിയ കാളക്കുട്ടികളാണ്. അണ്ണാ, ഇത് എത്ര പ്രായം വരും? പ്രായം എത്ര വരും? പ്രായം വയസ്സുള്ളൂ? 1.5 വയസ്സ്. 1.5 വയസ്സിനുള്ളിലാവുമെന്നാണ് പറയുന്നത്. എത്ര രൂപയാണ് ചോദിക്കുന്നത്? വില എவ்வளോ? 28,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇന്നത്തെ ചന്തയിലെത്തിയിട്ടുള്ള നല്ലൊരു കാളയാണ്. നല്ല സൈസും ഹൈറ്റും ഒക്കെ ഉള്ള ഒരു കാളയാണ്. എങ്ങനെ പോയാലും ഒരു 850-900 കിലോ ഒക്കെ അടുത്ത് ലൈവ് വെയിറ്റ് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈവ് 850. അത് ഇറച്ചി. ലൈവ് വെയിറ്റ് 800 കിലോ. 800, 900. இந்த ஆடவா இந்த மாட்டை வளர்த்து എത്ര വയസ്സുണ്ട്? 4 വല്യ പ്രായം എന്നാണ് പറയുന്നത്. നല്ല വെയിറ്റ് ഉള്ള ഒരു കാളയാണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറെ 2 മാടുകളാണ്. കണ്ടിട്ട് കറവ മാടാണെന്നാണ് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അല്ല, ഇത് എന്നെ മാടാണ്? കറവ മാടാ? 2 കറവ മാട് തന്നെ. ഇതൊക്കെ പാലവളോ കിട്ടും? 4. 8 ലിറ്റർ. 8 ലിറ്റർ പാല് വീതം കിട്ടുന്ന 2 പശുക്കളാണ്. എത്രാമത് വീട്ടെണ്ണേ? 3-4 ആയിരിക്കും എന്നാണ് അവർ പറയുന്നത്. 4ാമത് വീട്ട എന്നാണ് അവർ പറയുന്നത്. വില എவ்வளோണ് ചേട്ടാ? വില 50 കിലോ. 2ക്കും കൂടെ ഒന്നിന്? 2നും കൂടി 55,000 രൂപയാണ് അവർ പറയുന്നത്. പശു അത്യാവശ്യം നല്ല പശുവാണ്. നല്ല മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല 2 കാളകളാണ്. നല്ല കാളകള്, നല്ല സുന്ദരമായിട്ടുള്ള 2 കാളകളാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിലുകൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. മടക്കുപോയി അണ്ണേ, ഇത് എന്നാ ഉഴവ് കാളയാ വണ്ടി കാളയാ? ഇത് ഉഴവനും പോവാ, കടയ്ക്കും പോവും. രണ്ടിടത്തും കൊടുക്കാം. ഓക്കെ. കുഴപ്പമില്ല.
எவ்வளவு பிராயம் இருக்கு வயசு? வயசு எல்லாம் பிராயம் ஆயிடுச்சு. பிராயம் ஆயிடுச்சு. ஓகே. விலை எவ்வளவு கேட்பாங்க? 86 விலை வருது. 85. 85. 80 നാൾ കാശ് കൊടുക്കും. 85,000 രൂപയാണ് ഇതിന് വില ചോദിക്കുന്നത്. കുഴപ്പമില്ല. ഓക്കെ. 2 മണിക്കും കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ പാണ്ടിയിലെ ഈ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള നല്ലൊരു മാടാണ്. നല്ല ഒരു 3 മാടുകളുണ്ട്. അപ്പൊ ഇതിന്റെ ഇനവും കാര്യങ്ങളും ഡീറ്റെയിലുകളൊക്കെ നമുക്ക് പുള്ളിക്കാരനോട് ചോദിച്ചറിയാം. അണ്ണാ ഇത് 3 എന്നാ പാൽമാടാ? വറ്റുപാൽമാട്. വറ്റുപാൽമാട്. ഓക്കെ. വെട്ടുമാടാ? വെട്ടുമാടാ? വെട്ടുമാടുക്കാവും കറവയ്ക്കാവും. കറവയ്ക്കും ഉണ്ട്. പാൽ എവിടെ കിട്ടുന്നതിനോ? 6 ലിറ്റർ വരും. 6 ലിറ്റർ. ഓക്കെ ഓക്കെ. ഇത് എന്നാണ് ജേഴ്സിയാ ജേഴ്സി ക്രോസാ? ജെർസി ക്രോസ് இருக்கு, ജെർസി இருக்கு. ജേഴ്സി ഉണ്ട്, ജേഴ്സി ക്രോസ് ഉണ്ട്. ക്രോസ് ലാസ്റ്റ് മാട്. ഓക്കെ. അങ്ങേറ്റത്തേക്കുന്ന ജേഴ്സി ക്രോസ് എന്നാണ് അവർ പറയുന്നത്. ഇത് വില എவ்வளവാണ്? ഇതിന് വില എவ்வளോ? വില 30 രൂപ ചോദിച്ചു. ഒരെണ്ണം 30 രൂപ. ഒരെണ്ണം 30 രൂപയാണ് ചോദിക്കുന്നത്. 6 ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത്. അതൊക്കെ ചന്തയിൽ എത്തിയിട്ടുള്ള നല്ലൊരു പോത്താണ്. ഒരു 650 കിലോ ലൈവ് വെയിറ്റ് ഉണ്ടാവും. ഇതിന്റെ ഡീറ്റെയിൽസുകൾ ചോദിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ആളടുത്തില്ല. എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറെ ഒരു മാടാണ്. രണ്ടും കറവ പശുവാണെന്നാണ് തോന്നുന്നത്. 2 എണ്ണം ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിലുകൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. അണ്ണാ ഇത് 2 എന്നാ മാടണേ? അണ്ണാ ഇത് 2 ചന്തയ്ക്ക് തന്നെ ഇറച്ചിടോ? വീട്ടുമാട്. വെട്ടുമാട്. ഓക്കെ. എത്ര വെയിറ്റ് ഇരിക്കും ഉദ്ദേശം? வெயிட் எனக்கு தெரியலையாண்ணா. ஓகே. வெயிட் அப்பாவுக்கு தான் தெரியும். விலை எவ்வளோ? விலை 35 രൂപ சொன்னாവണ. രണ്ടും കൂടെ? 35 രൂപ சொன்னாവ. ഈ കാണുന്ന 2 പശുവിനും കൂടെ ഒരു 35,000 രൂപയാണ് ചോദിക്കുന്നത്. വെട്ടുമാടാണ്, കറവ മാടല്ല. ഈ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള നല്ലൊരു പശുവാണ്. അത്യാവശ്യം നല്ല ഹൈറ്റും ഒക്കെ ഉള്ള ഒരു പശുവാണ്. ഹൈറ്റും നല്ല നടുപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെ മറ്റു ഡീറ്റെയിലുകൾ നമുക്ക് ഇതിന്റെ ഓണറോട് ചോദിച്ചറിയാം. അതായത് എന്നാ മാട്? പാൽമാട്. പാൽമാട്. പാൽ എவ்வளோ കിടക്കണേ? 10 ലിറ്റർ. എത്രാമത് തീറ്റ്? 3-ാം പേര്. ഓക്കെ. 3-ാം പേരാണ്. 10 ലിറ്റർ പാല് വീതം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. വില എவ்வளோണ്? 27 രൂപ. എത്ര? 27,000 രൂപയാണ് അതിന് ചോദിക്കുന്നത്. നല്ലൊരു പശുവാണ്. ഈ ചന്തയ്ക്ക് എത്തിയിരിക്കുന്ന വേറൊരു എരുമയാണ്. വലിയ ഹൈറ്റ് ഇല്ല എങ്കിലും ഒരു നാട്ടെരുമയാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. എന്നാ ഇത് എന്നാ എരുമയാ പോത്താ? എരുമ. ഒരു എരുമയും പോത്തുകുട്ടി. ഓക്കെ ഓക്കെ. ഇത് എത്രാമത് തീറ്റണ്ണേ? ഇത് രണ്ടാമത്തെ തീറ്റ്. പാലെവിടെ കിടക്കും? പാലെവിടെ കിടക്കും? പാല് 2 1.5. 2 1.5 3.5 ലിറ്റർ പാലാണ്. കുട്ടി എരുമക്കുട്ടിയാ? പോത്തുകുട്ടിയാണ് ഇതിനോടൊപ്പം ഉള്ളത്. വില എവിടെ ഉണ്ടാകത്തെ? വില എവിടെ? 27,000. രണ്ടും കൂടി 27,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിനോടൊപ്പം ഒരു പോത്തുകുട്ടിയും കൂടെ ഉണ്ട്. ഈ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറെ കുറച്ച് മാടുകളാണ്. ഈ കാണുന്ന 3 മാടും അതിനോടൊപ്പം വേറൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഇത് കിടാരിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. എന്നാ ഇതെന്നെ കറവമാടാ? 2 കറവമാട്. ബാക്കി കിടാരിയാ? കിടാരി. അത് കറവമാട് തന്നെ പുറകിൽ നിൽക്കുന്നത്? ഇത് കറവമാട്. അതൊക്കെ പാല് എവിടെ? 4. 2 നേരം കൂടെ 4. 4 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ് പുറകിൽ നിൽക്കുന്നത്. അത് എത്രാമത് തീറ്റണ്ണേ? 3-ാമത് തീറ്റ. ഓക്കെ. അത് വില എവിടെ ചേപ്പേ? 30 രൂപയാണ് അവർ ചോദിക്കുന്നത്. ബാക്കി ഇതില് 2 കിടാരി. ഇങ്ങേറ്റത്ത് നിൽക്കുന്നത് ഒരു കിടാരിയാണ്. അതിന്റെ തൊട്ടപ്പുറത്തേക്കുന്ന വേറൊരു കറവ പശുവാണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ്. അപ്പൊ ഇത് കറവമാടാണോ അത് വെട്ടുമാടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇതിനോടൊപ്പം വേറൊരു പശുവും കൂടെ ഉണ്ട്. 2 പശുവാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലുകൾ നമുക്ക് പുള്ളിക്കാരനോട് ചോദിച്ചറിയാം. അണ്ണാ ഇത് എന്നാ മാടണേ?
ജേഴ്സി കറവമാട രണ്ടും കറവമാട് തന്നെ പാല് എவ்வளவு இருக்கு ரெண்டுக்கு 3-2 ഇതിക്ക് 2-2 അപ്പൊ അതിന് ആ കാണുന്ന പശുവിന് 5 ലിറ്റർ പാലും ഇതിന് 4 ലിറ്റർ പാലുമാണ് അവർ പറയുന്നത്. എത്രാമത് ഈറ്റണ്ണേ? എത്രാമത് ഈറ്റ്? രണ്ടാമത് ഈറ്റ്. രണ്ടാമത് ഈറ്റ് വാ. ഓക്കെ. വില എவ்வளவு കേപ്പ? രണ്ടും കൂടെ 50,000 രൂപ. അപ്പൊ രണ്ടും കൂടെ 50,000 രൂപയാണ് ചോദിക്കുന്നത്. ഓരോന്നിന് 25,000 രൂപ വെച്ച്. ഇതാണ് പശു. അവർ ചോദിക്കുന്ന വില 25,000 രൂപമാണ്. ഈ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു പശുവാണ്. നല്ലൊരു വെള്ള പശുവാണ്. ഇതിന്റെ ഇന ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നല്ലൊരു കറവമാളാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. അണ്ണാ ഇത് എന്നാ വർഗമല്ലേ? അണ്ണേ ഇത് എന്നാ വർഗം? ഇത് കാങ്ക്രാജ് ക്രോസ്. ഇത് കാങ്ക്രാജ് ക്രോസ് എന്നാണ് പറയുന്നത്. പാലവർക്ക് പാല് 10 ലിറ്റർ കിട്ടി. 10 ലിറ്റർ നാളെ. ഓക്കെ. ഒരു ദിവസം 10 ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് അവര്. എത്രാമത് ഈറ്റന്നെ? രണ്ടാമത് ഈറ്റ്. കുട്ടികൾക്ക് കുട്ടികൾക്ക് കുട്ടിയില്ല. വില എவ்வளவு? 35,000. 35,000 പശുവിനെ ചോദിക്കുന്നത്. കാങ്ക്രാജ് ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ്. കാങ്ക്രാജ് ക്രോസ് ആണ്. ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള വേറൊരു ജേഴ്സി പശുവാണ്. ഇതിനോടൊപ്പം ഒരു കുട്ടിയും കൂടെ ഉണ്ട്. നമുക്കതിന്റെ കാര്യങ്ങളൊക്കെ ഓണറോട് ചോദിച്ചറിയാം. അണ്ണാ ഇത് എന്ന ഇനം മാടണേ? എന്ന ഇനം മാട്? ജേഴ്സി. ഓക്കെ. പാലുള്ളവർക്ക് 8 ലിറ്റർ. ഓക്കെ. കുട്ടി എന്നാ പൊട്ടയാ? കാളക്കുട്ടി. എത്രാമത് ഈറ്റണ്ണേ? മൂന്നാമത് ഈറ്റ്. വില എவ்வளவு കേട്ടെ? 27,000 രൂപയാണ് ഈ പശുവിന് ചോദിക്കുന്നത്. നല്ലൊരു പശുവാണ്. മൂന്നാമത്തെ പ്രസവമാണ്. ഇപ്പൊ സമയം 7 മണി കഴിഞ്ഞു. അപ്പം ചന്ത ഏറെക്കുറെയൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ ആൾക്കാർ വാങ്ങി കെട്ടിയിരിക്കുന്ന മാടുകളാണ്. കച്ചവടം കുറേശ്ശെ നടക്കുന്നുണ്ട്. ഇതിൽ ഏകദേശം ചന്ത ഒഴിഞ്ഞ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി വിൽക്കാനുള്ള മാടുകളാണ്. വളരെ കുറച്ച് മാടുകൾ മാത്രമേ വിൽക്കാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നൈനാപുരം കാലിച്ചന്തയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കായി ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.